അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു സ്വീഡിഷ് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഐക്കിയയിലെ ഫുഡ്സ് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഐക്കിയയുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ട്രെയിനിലാണ് പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാലും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ സ്റ്റോറേജ് ബോക്സസ് മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളായിരുന്നു. ഈ പർച്ചേസിൽ ഞങ്ങൾ ഉടനെ തന്നെ കാറ് കൊണ്ടുവന്ന് ഞങ്ങൾ ബാക്കിയുള്ള ഞങ്ങൾ നോക്കി വെച്ചേക്കുന്ന സാധനം കൂടെ മേടിക്കാനുള്ള പ്ലാൻസും ഉണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ സെൽഫ് ബിൽഡിങ് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഗ്ലാസസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റാപ്പിംഗ് ടേബിളിൽ വന്നു. നമ്മുടെ നാട്ടിലുള്ള പോലെ ആരും പാക്ക് ചെയ്ത് തരത്തില്ല, നമ്മൾ തന്നെ പാക്ക് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് സെല്ലോ ടേപ്സ്, സിസേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. പ്യൂർലി ഒരു ഇംഗ്ലീഷ് കൾച്ചർ ഒരു എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐക്കിയ ഉണ്ട് വിസിറ്റ് ചെയ്യാം. പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബില്ല് കൊണ്ടു കൊടുത്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ടോ ബാഗ് ഫ്രീ ആയിട്ട് കിട്ടി.